എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ഇന്ന് പൈസ ചെലവില്ലാണ്ട് കുറച്ച് പെയിന്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഗ്ലൂവോ പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ബൗൾ എടുത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇതിനങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇത്തിരി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ആദ്യമേ തന്നെ കുറേ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം ഭയങ്കരമായിട്ട് ലൂസായി പോകും. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ലൂസാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വൈറ്റ് പെയിൻ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ പഴയ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ ഓരോ കളറിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് കാണും, മൈദയല്ലേ ഒട്ടുമെന്ന്. സാധാരണ ഈ മൈദ എന്ന് പറയുന്ന ഐറ്റം തന്നെ പശയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, പണ്ടൊക്കെ നമ്മുടെ സിനിമ പോസ്റ്റേഴ്സൊക്കെ മതിലയിൽ ഒട്ടിക്കാൻ വേണ്ടി ഈ മൈദ ആട്ടോ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ അത്രയും നല്ല പശയുള്ള ഐറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് മൈദ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പം ഇനി കളർ ആഡ് ചെയ്യാനായാലും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് ഓരോ കളർ ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടി ആട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ അതൊരു മഞ്ഞ കളർ കിട്ടി. പിന്നെ അതിലേക്ക് നമ്മുടെ സ്കെച്ച് പെൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ആ സ്പോഞ്ച് എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ റെഡ് കളർ കിട്ടി. ഇതുപോലെ നിങ്ങൾക്ക് സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ എല്ലാ കളറും യൂസ് ചെയ്യാം. പിന്നെ പച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പച്ച ഇലയുണ്ടല്ലോ, അത് അരച്ച് ചേർക്കാം കേട്ടോ. എനിക്കിപ്പം മടിയായതുകൊണ്ട് ഞാൻ നമ്മുടെ പെയിൻറ്റ് തന്നെ ഡയറക്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്തേ. ഇനിയിപ്പോൾ നീല കളർ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉജാല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അരച്ച് ആ കളറൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് ഒരുപാട് കളർ യൂസ് ചെയ്യാം. ഈ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താൽ വേറെ കളറൊക്കെ കിട്ടും കേട്ടോ. നമുക്കിത് നോർമൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന് നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് പേപ്പറിലേക്ക് ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടി ഒരു ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഗ്ലൂ കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നിങ്ങൾ കമൻറ്റ്സ് ഷെയർ ചെയ്യാനും മറക്കണ്ട.